നമ്മുടെ സ്കൂളിൽ പഠിച്ച ചരിത്രം ഓർമ്മയില്ലേ? ഇന്ത്യൻ സംസ്കാരം തുടങ്ങിയത് ഏകദേശം 3500 വർഷം മുൻപാണെന്നൊക്കെ. പക്ഷെ പുതിയ ശാസ്ത്രീയ തെളിവുകൾ പറയുന്നത് അതല്ല. നമ്മൾ കേട്ടതിലും ഒരുപാട് പഴക്കമുള്ളൊരു കഥയാണ് സത്യം. ഇന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ആ കഥയാണ്. അപ്പോ നമ്മുടെ മുന്നിൽ 2 ചിത്രങ്ങളാണുള്ളത്. ഒരു വശത്ത് പാഠപുസ്തകങ്ങൾ പറയുന്ന കഥയുണ്ട്. അതായത് ഏതാണ്ട് 1500 BCEയിൽ ആര്യന്മാരെന്നൊരു കൂട്ടർ പുറത്തുനിന്നു വന്ന് ഇവിടെ ഒരു സംസ്കാരം തുടങ്ങി എന്ന്. പക്ഷെ മറുവശത്ത് ആധുനിക ശാസ്ത്രം മുന്നോട്ടുവയ്ക്കുന്ന തെളിവുകൾ പറയുന്നതെന്താണെന്നറിയോ? ഇവിടത്തെ തദ്ദേശീയ സംസ്കാരത്തിന് 24,000 വർഷം വരെ പഴക്കമുണ്ടെന്നാണ്. ഇതൊരു ചെറിയ തിരുത്തലല്ല, നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണയെ തന്നെ തലകീഴായി മറിക്കുന്നൊന്നാണ്. അപ്പോ ഇത്രയും വലിയൊരു കാര്യം നമ്മൾ എങ്ങനെ തെളിയിക്കും? വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അതിന് നമ്മൾ ശാസ്ത്രത്തിന്റെ 3 ശക്തമായ തൂണുകളെയാണ് കൂട്ടുപിടിക്കുന്നത്. 1 നമ്മുടെ ജീനുകൾ, 2 പുരാതന കാലത്തെ ആകാശ നിരീക്ഷണങ്ങൾ, പിന്നെ നമ്മുടെ ഭൂമിയുടെ അടരുകളിൽ ഒളിപ്പിച്ചുവെച്ച തെളിവുകൾ. ഈ 3ഉം പറയുന്നത് ഒരേ കഥയാണ്, വളരെ പുരാതനമായ തുടർച്ചയുള്ള ഒരു സംസ്കാരത്തിന്റെ കഥ. നമ്മുടെ ആദ്യത്തെ തെളിവിലേക്ക് കടക്കാം. ജനിതകശാസ്ത്രം. നമ്മുടെ ശരീരത്തിനകത്തു തന്നെ നമ്മുടെ പൂർവികരുടെ കഥ പറയുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ DNAയിൽ ആ കഥയെല്ലാം ഭദ്രമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചരിത്രപുസ്തകങ്ങളിലെ താളുകൾ മറക്കാം. നമ്മുടെ ഓരോ കോശത്തിലും തലമുറകളായി കൈമാറി വന്ന മായം ചേർക്കാത്ത യഥാർത്ഥ ചരിത്രം വായിച്ചാലോ? ജനിതകശാസ്ത്രം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് അങ്ങനൊരു വാതിലാണ്. പുതിയ ജനിതക പഠനങ്ങൾ പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഇന്ന് ഇന്ത്യയിലുള്ള ആളുകളുടെ DNA പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ പൂർവികർ കുറഞ്ഞത് 24,000 വർഷമായി ഈ മണ്ണിൽ തന്നെയുണ്ടെന്നാണ്. 1500 BCEയിൽ ഒരു വലിയ ജനവിഭാഗം പുറത്തുനിന്ന് വന്നതിന്റെ യാതൊരു അടയാളവും നമ്മുടെ ജീനുകളിലില്ല. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയുമോ? ഇവിടെയുള്ളത് വളരെ പുരാതനമായ ഈ മണ്ണിൽ തന്നെ വളർന്നുവന്ന ഒരു ജനതയാണ്. അതുകൊണ്ടാണ് ആഫ്രിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനിതക വൈവിധ്യം ഇവിടെ കാണുന്നത്. ജീനുകളുടെ കഥ കേട്ടില്ലേ? ഇനി നമുക്ക് ആകാശത്തേക്ക് നോക്കാം. പുരാതന ഋഷിമാർ വേദങ്ങളിലും മറ്റും രേഖപ്പെടുത്തിയ ആകാശ നിരീക്ഷണങ്ങൾ ഒരു സെലസ്റ്റിയൽ ക്ലോക്ക് പോലെയാണ്. കാലമളക്കാനുള്ള ഒരു വലിയ ആകാശഘടികാരം. ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വളരെ സിമ്പിളാണ്. ഭൂമിക്ക് ചെറിയൊരു തലകറക്കമുണ്ട്, വളരെ പതുക്കെയുള്ള ഒന്ന്. അത് കാരണം ആയിരക്കണക്കിന് വർഷം മുൻപ് നക്ഷത്രങ്ങൾ എവിടെയായിരുന്നു എന്ന് നമുക്ക് ഇന്നത്തെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വെച്ച് കൃത്യമായി പിന്നോട്ട് പോയി കാണാൻ പറ്റും. അപ്പോൾ വേദങ്ങളിൽ പറയുന്ന നക്ഷത്രങ്ങളുടെ സ്ഥാനവും നമ്മുടെ സോഫ്റ്റ്വെയർ കാണിക്കുന്ന സ്ഥാനവും ഒത്തുവന്നാൽ ആ സംഭവം നടന്ന കൃത്യമായ വർഷം നമുക്ക് കിട്ടും. ഇതാണ് ശരിക്കും അതിശയിപ്പിക്കുന്ന കാര്യം. പുരാതന ഗ്രന്ഥങ്ങളിലെ വിവരണങ്ങൾ വെച്ച് നമ്മൾ പിന്നോട്ടു പോകുമ്പോൾ കിട്ടുന്ന തീയതികൾ കണ്ടോ? BCE 7200-ൽ ഒരു വലിയ സൗരജ്വാല ഉണ്ടായതിനെക്കുറിച്ച് ഋഗ്വേദം പറയുന്നുണ്ട്. എങ്ങനെ അവർക്കതറിയാമായിരുന്നു? കാരണം അതേ സമയത്തൊരു സൗരജ്വാല ഉണ്ടായതിന്റെ തെളിവ് ശാസ്ത്രജ്ഞർക്ക് ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളികളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഒത്തുവന്നു? 1500 BCEയിൽ എഴുതിയെന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് എങ്ങനെയാണ് അതിനും 6000 വർഷം മുമ്പ് നടന്നൊരു സംഭവം ഇത്ര കൃത്യമായി പറയാൻ കഴിയുന്നത്? ജീനുകളിൽ നോക്കി, ആകാശത്തും നോക്കി. ഇനി നമുക്ക് നമ്മുടെ കാലിന്റെ താഴെയുള്ള മണ്ണിലേക്കും കടലിന്റെ അടിയിലേക്കും നോക്കാം. നമ്മുടെ ഭൂമി തന്നെ ഒരു വലിയ ചരിത്ര പുസ്തകമാണ്. നമ്മൾ വെറും കെട്ടുകഥകളായി കേൾക്കുന്ന പുരാണങ്ങൾ ഒരുപക്ഷേ അത് ഭൂമിയുടെ രൂപം തന്നെ വേറൊന്നായിരുന്ന, സമുദ്രനിരപ്പ് ഇന്നത്തേക്കാൾ ഒരുപാട് താഴെയായിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മകളാണെങ്കിലോ? ഋഗ്വേദത്തിൽ 100 കണക്കിന് തവണ പറയുന്ന സരസ്വതി നദി ഇന്നെവിടെയാണ്? അത് വറ്റിപ്പോയി. സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നത് 1900 BCEയോടെ ആ നദി ഇല്ലാതായി എന്നാണ്. അപ്പോൾ ആ നദി നിറഞ്ഞൊഴുകിയിരുന്നൊരു കാലത്തല്ലേ അതിനെക്കുറിച്ച് ഇത്രയധികം എഴുതാൻ പറ്റൂ? സിമ്പിൾ ലോജിക്. പിന്നെ ദ്വാരകയുടെ കാര്യം. മഹാഭാരതത്തിൽ പറഞ്ഞ കൃഷ്ണന്റെ നഗരം കടലിനടിയിലായി എന്ന്. അതേ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഗുജറാത്ത് തീരത്ത് കടലിനടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്തു പറയും? ഓക്കേ, അപ്പോൾ നമ്മുടെ ചരിത്രത്തിന് ഒരുപാട് പഴക്കമുണ്ടെന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതിലും വലിയൊരു ചോദ്യമുണ്ട്. എന്തായിരുന്നു ആ പുരാതന മനുഷ്യരുടെ അറിവ്? അത് ഇന്നത്തെ നമ്മുടെ സയൻസിൽ നിന്ന് എങ്ങനെയായിരുന്നു വ്യത്യസ്തമായിരുന്നത്? ഇന്നത്തെ സയൻസ് പുറത്തുള്ള കാര്യങ്ങളെയാണ് പഠിക്കുന്നത്. ഒരു കല്ല്, ഒരു ഗ്രഹം, അങ്ങനെ. പക്ഷേ ഇത് പഠിക്കുന്ന നമ്മളെ, നമ്മുടെ ബോധത്തെ അത് സമവാക്യത്തിന് പുറത്തു നിർത്തുന്നു. എന്നാൽ വൈദിക ശാസ്ത്രം അഥവാ വിജ്ഞാനം അങ്ങനെയല്ല. അത് പഠിക്കുന്ന ആളെയും പഠിക്കുന്ന വിഷയത്തെയും പഠിക്കുന്ന രീതിയെയും ഒന്നിച്ചാണ് കാണുന്നത്. അവിടെ ഏറ്റവും പ്രധാനം ബോധം തന്നെയാണ്. ആധുനിക ഫിസിക്സ് ഇന്നൊരു വലിയ സത്യത്തിന്റെ പിന്നാലെയാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും, ഗ്രാവിറ്റി, ഇലക്ട്രിസിറ്റിയൊക്കെ ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് അവർ പറയുന്നത്. എല്ലാത്തിൻ്റെയും ഉറവിടമായ ആ ഒന്നിനെയാണ് അവർ യൂണിഫൈഡ് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. പക്ഷേ രസമെന്താണെന്നോ?
ആയിരക്കണക്കിനു വർഷം മുൻപ് ഇവിടുത്തെ ഋഷിമാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആധുനിക ശാസ്ത്രം ഇന്ന് കണക്കുകൂട്ടലുകളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ യൂണിഫൈഡ് ഫീൽഡിനെ അവർ ബ്രഹ്മം അഥവാ ശുദ്ധബോധം എന്ന് വിളിച്ചു. അതിനെ അനുഭവിച്ചറിയാനുള്ള വഴികളും പറഞ്ഞു തന്നു. അപ്പോ ഒരേ സത്യത്തിലേക്കെത്താൻ രണ്ട് വഴികളുണ്ട്. ഒന്ന്, സേണിലെ പോലെ കോടിക്കണക്കിന് ഡോളർ മുടക്കി ആറ്റങ്ങളെ കൂട്ടിയിടിപ്പിച്ച് അതിനെ പുറത്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നു. മറ്റേ വഴി യോഗികളെപ്പോലെ ധ്യാനത്തിലൂടെ സ്വന്തം ഉള്ളിലേക്ക് നോക്കി അതിനെ നേരിട്ട് അനുഭവിക്കുന്നു. ഒന്ന് പുറത്തേക്കുള്ള യാത്ര, മറ്റേത് അകത്തേക്കുള്ള യാത്ര. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇന്നത്തെ സയൻസ് ഒരു വലിയ മരത്തിൻ്റെ ഇലകളും കൊമ്പുകളും പൂക്കളുമൊക്കെയാണ് പഠിക്കുന്നത്, ഓരോന്നും വേറെ വേറെയായിട്ട്. എന്നാൽ വൈദിക ശാസ്ത്രം ചെയ്യുന്നത് ആ മരത്തിൻ്റെ വേരിന് വെള്ളമൊഴിക്കുകയാണ്. കാരണം അവർക്കറിയാം, വേര് നന്നായാൽ മരം മുഴുവൻ നന്നായി എന്ന്. ആ വേരാണ് ബോധം, അല്ലെങ്കിൽ ആ യൂണിഫൈഡ് ഫീൽഡ്. ചുരുക്കി പറഞ്ഞാൽ, ആധുനിക ശാസ്ത്രം പഠിക്കുന്നത് സൃഷ്ടിയെക്കുറിച്ചാണ്. എന്നാൽ വൈദിക ശാസ്ത്രം പഠിക്കാൻ ശ്രമിക്കുന്നത് സൃഷ്ടാവിനെ തന്നെയാണ്. അപ്പം നമ്മൾ തിരിച്ചു പിടിക്കുന്നത് കുറേ പഴയ വർഷങ്ങൾ മാത്രമല്ല, ദ്രവ്യത്തെയും ആത്മാവിനെയും പുറം ലോകത്തെയും നമ്മുടെ ഉള്ളിനെയും ഒരുമിപ്പിക്കുന്ന ഒരു വലിയ അറിവിനെയാണ്. കൂടുതൽ സമ്പൂർണമായ ഒരു ശാസ്ത്രത്തെയാണ് നമ്മൾ വീണ്ടും കണ്ടെത്തുന്നത്. അപ്പോ ഒന്നാലോചിച്ചു നോക്കും, നമ്മുടെ ചരിത്രത്തിന്റെ ടൈം ലൈൻ തന്നെ തെറ്റായിരുന്നെങ്കിൽ നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇനിയും തെറ്റായിട്ടുള്ളത്? കണ്ടെത്താനുള്ള സാധ്യതകൾ അനന്തമാണല്ലേ?